വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇവിടെ വന്നിട്ടുള്ള 3rd ഡേ ആണ് കേട്ടോ, അത് 3ാമത്തെ ദിവസമാണ്. അപ്പോൾ നമ്മൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ലഗേജ് എടുക്കാൻ വന്നതാണ് കേട്ടോ. ഏട്ടനും പിള്ളേരൊക്കെ അവിടെ താഴെ ഇരിക്കുന്നുണ്ട്. ഏട്ടൻ പിള്ളേർ കഴിക്കുന്നതിൻ്റെ അടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അപ്പോൾ ഇന്നത്തെ നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യല്ലേ. 9:30 ബസ് വരെ. ഇപ്പോൾ 9:20 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേഗം താഴെ പോവാം. ഹലോ ഗായ്സ്, ഏട്ടാ എന്താ ഇവിടെ ഇരിക്കുന്നത്? എന്താ ഇവിടെ ഇരിക്കുന്നത്? ഞങ്ങളിപ്പോൾ നമ്മൾ മലേഷ്യയിലെ കിങ് പാലസിൻ്റെ ഫ്രണ്ടിലായിട്ടുള്ളത്. പക്ഷെ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല. ആ ഗേറ്റിൻ്റെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനേ പറ്റുള്ളൂ. കാരണം അവിടെ ഇപ്പോൾ അവിടെ കിങ്ങും ഫാമിലിയും അവരിപ്പോൾ അവിടെ താമസിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്കൊന്നും കയറാൻ പറ്റില്ല. ഗേറ്റിൻ്റെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനേ പറ്റത്തുള്ളൂ കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ പോയില്ല. എന്തപ്പോൾ ഗേറ്റ് കാണാൻ വേണ്ടി പോകുന്നത് ഞങ്ങൾ പോയില്ല. ഗേറ്റ് ഇവിടെ നമുക്ക് കാണാണ്ട്, അവിടെ ഞങ്ങൾ പോയില്ല. നിങ്ങളാരെങ്കിലും ഫോട്ടോ എടുത്ത് കൊണ്ടുവന്നാൽ മതി പറഞ്ഞു. നമ്മൾ നോക്കി കാണണ്ടല്ലോ. പിന്നെ വെയിലും കൊണ്ട് കുറെ ദൂരം പോകണം. അപ്പൊ വെയിൽ നമ്മുടെ നാട്ടിലത്തെ വെയിലൊന്നല്ല കേട്ടോ. ഇവിടത്തെ വെയിലിന്റെ പൊന്നെ ഇങ്ങനെ ഉദിച്ചിങ്ങനെ. അയ്യോ എന്തൊരു വെയില്! നമ്മുടെ നാട്ടിലുണ്ട് ആ വെയില്. പക്ഷെ അതൊന്നും ചേട്ടൻ എപ്പോഴും വണ്ടി തന്നെ ഇരിക്കുന്നുണ്ട്. ഏട്ടനത് അറിയാത്തതാണ്. നമ്മുടെ നാട്ടിലും വെയിലൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ ഒരു എന്താണ് ഭയങ്കര കണ്ണിക്കിന് കുത്തിയടിക്കുന്നത് അങ്ങനെ വെയില്. അപ്പൊ ഞാൻ അമ്മയും കിടും പോയിട്ടുണ്ട് കേട്ടോ, ബാക്കിയെല്ലാട്ടും കൂടെ. ഞാൻ ഏട്ടൻ്റെ മുമ്പോട് ഇരുന്നു. ഏട്ടൻ ഒന്ന് ജസ്റ്റ് ഇറങ്ങി. പക്ഷെ ഇറങ്ങിയിട്ട് ചേട്ടൻ കയറി. ഞാൻ പിന്നെ ഇവിടെ നിന്ന് എണീറ്റേ ഇല്ല. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ മറ്റേ മുരുകൻ ടെമ്പിളില്ലേ, അവിടേക്കാണ് നമ്മൾ പോകണത് കേട്ടോ. നമുക്ക് ഉറക്കം വരാ. എന്താ വിളിക്ക്? എന്താ മോളെ? ഈ ഏട്ട എപ്പോഴും ഇങ്ങനെ മരിക്കണ പോലെ കിടന്ന് അഭിനയിക്കും. അതിനാണ് അവള് കിടന്നത്. ഏട്ട അങ്ങനെ അഭിനയിക്കാത്ത, അതുകൊണ്ടാണ് അവള് കരയുന്നത്. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് ബത്തു കേവിലാണ് കേട്ടോ. നമ്മുടെ മുരുകൻ ടെമ്പിളിലാണ് ഇപ്പൊ നമ്മളുള്ളത്. എനിക്ക് കാണിച്ചു കേട്ടോ. കണ്ടോ? അയ്യവ, നമ്മള് റീൽസിൽ മാത്രമാണ് ഇത് കണ്ടിട്ടുള്ളത് കേട്ടോ. ഇത് കാണുമ്പോൾ വല്ലാത്തൊരു റീൽസാണ് കാണുമ്പോൾ തന്നെ ഇത് ഭയങ്കര വല്ലാത്തൊരു നമുക്കൊരു ഫീലാണല്ലേ. ഈ ഒരു മുരുകൻ്റെ ഈ ഒരു ഇത് കാണുമ്പോൾ തന്നെ, ഈ സ്റ്റെപ്സ് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു ഇതാണ്. അവിടേക്കാണ് കഴിച്ച് ഇപ്പോൾ നമ്മൾ വന്നേക്കുന്നത്. കണ്ടോ കണ്ടോ, ഓരോരുത്തരുടെ ഫുഡ് കൊടുക്കുന്നുണ്ട്. പ്രായമാണ് അവർ കൂട്ടം കൂടി ഇങ്ങനെ നിൽക്കുന്നത്. കരകന്മാരുടെ കഴിച്ച് പെട്ടെന്ന് പറഞ്ഞാൽ പണിക്ക് കൂടിയിട്ട് വന്നു. ഇവിടെ ഇപ്പോൾ 272 സ്റ്റെപ്പുകൾ ഉണ്ടെന്നാട്ടോ പറഞ്ഞേക്കണേ. 272 സ്റ്റെപ്പ് നമുക്ക് കയറാപ്പോൾ മുകളിൽ കയറിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് പിന്നെ അറിയാലോ മുട്ട് വേദനയൊക്കെ ഉണ്ട്. കയറിയില്ല. മറ്റേ എന്താ നോക്കി കുരങ്ങന്മാരൊക്കെ ഉണ്ടോ, നിറച്ച് കുഞ്ഞു കുരങ്ങന്മാരാട്ടോ. അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഉണ്ട്. പിന്നെ ഏട്ടൻ വരട്ടെ. ഒരാൾ വരുന്നുണ്ട് കേട്ടോ, ഫോണും പിടിച്ചിട്ട് അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ട്. അവരെന്തോ കാര്യമായിട്ട് കഥ പറഞ്ഞിട്ടാ പോണം. നമ്മളെ ശ്രദ്ധിക്കണമൊന്നുമില്ല. കഥ പറഞ്ഞ് പോവാണ്. എങ്ങനെയുണ്ട് കേറിയിട്ട്? അടിപൊളിയാണല്ലേ ഏട്ടാ? ഈ കാറ്റിനാണ് കണ്ടത്. കേറിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? പോണം, പക്ഷെ പൈസ വേണം. നമ്മളിതാ കേബിൾ കാറിൽ കയറാൻ പോവാണ് കേട്ടോ. നമ്മുടെ മലമ്പുഴയിലുള്ള പോലെ തന്നെ ഇത് ഇങ്ങനെ നിൽക്കൊന്നുമില്ല. നമ്മളെ ഓടി കയറണം. അപ്പൊ നമ്മുടെ ഗ്രൂപ്പിലുള്ളവരൊക്കെ പാക്കിക്കൂടെ കേട്ടോ. എല്ലാവരും നമുക്ക് നേരെ കയറാം കേട്ടോ. ചെറുതായിട്ട് കോടുണ്ട് തോന്നുന്നു മേലെ.
താഴത്തേക്കുള്ള വ്യൂ. അയ്യോ നല്ല പോക്ക് കൊണ്ടില്ലേട്ടാ ഇറങ്ങി പോണത്. ഇറങ്ങി പോണ സ്പീഡ് പോണ നേരത്തെ ഞാൻ കണ്ടിരുന്നത്. ഹെലികോപ്റ്റർ കൊണ്ടുവന്നു നമ്മള് നമ്മളെ മലമ്പുഴയിൽ പോണ പോലെ തന്നെയാണ്. മലമ്പുഴ രണ്ടാൾക്ക് പോകാൻ പറ്റുള്ളൂ. മൊത്താള് പോണു. മലമ്പുഴ അല്ല എന്തിനാ ഇരിക്കണേ? കേബിൾ കാറിൽ ഇരിക്കണം നമ്മള്. നമ്മള് സ്കൈ കൂടെ പോണ. സ്കൈയിലൂടെ എല്ലാരും ഉണ്ട്. ഓക്കെ നമ്മളെ കൂടുതൽ ആൾക്കാർക്ക് അപ്പുറത്തുണ്ട് കേട്ടോ. എവിടെ നോക്കിയേ താഴത്തേക്ക് നമ്മള് മാളിന്ന് താഴത്തേക്ക് അയ്യേട്ടാ സുരേഷിന്റെ ഭാഗത്തുള്ള കോട്ടുവായ ഇവിടെ വന്നൊരു മറ്റേ കൂട്ടുകായിട്ടെന്ന് വിചാരിച്ചിരിക്കുന്നു വിട്ടത്. നമ്മൾ ആ അറ്റത്ത് അവിടെ നിന്നുണ്ടോ നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. സുന്ദരി ഉറങ്ങിയ പോലെ ഇരിക്കാണ്. ചെരുപ്പ് മര്യാദ ഇത് അങ്ങ് അറ്റത്തേക്ക് പോയിട്ട് ആധാരം കൊണ്ട് ഇവിടെ എന്തോ ഒരു നമ്മുടെ വണ്ടർല പോലൊക്കെ എന്തോ ഒരു സംഭവം. സ്കൈ വേൾഡ്. അതിവിടെ കുറച്ചുണ്ട് കേട്ടോ. കണ്ടോ സ്കൈ നാട്ടിൽ വണ്ടർല പോലെ സെറ്റപ്പ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്താ ലെവലെന്നൊക്കെ അറിയില്ല. ഇവിടെ ഇറങ്ങിയാൽ നമുക്ക് അറിയുള്ളൂ കാര്യങ്ങൾ. ഇവിടേക്കൊക്കെ ഉണ്ടതേ ശരിക്കും നമ്മുടെ വണ്ടർല പോലെ തന്നെ വേറെ സെറ്റപ്പ്. അവിടെ സാധനം ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ലല്ലോ. കൊറേ നേരെ നമ്മൾ ഇതിന്റെ ഉള്ളിൽ കൂടെ നടക്കാണ് തോന്നണ്ടേട്ടാ. നമ്മൾ ഇതിന്റെ ഈ റോഡ് സെറ്റപ്പ് ആണ് കേട്ടോ. നമ്മൾ എനിക്ക് തോന്നണേ ഇതിന്റെ ഉള്ളിൽ കൂടെ കൊറേ നടക്കാണ് തോന്നുന്നുണ്ട്. ഇതിനാ 35,000 പോയി അപ്പൊ നമ്മള് മാളില് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. ഞാനും മോളും ഒറ്റയ്ക്കുണ്ട്. അമ്മയും വീണ്ടും ഓടിക്കുന്നുണ്ട്. അപ്പോൾ ഏട്ടനും എന്താണ് പിന്നെ മറ്റേ രജിതേച്ചി പിന്നെ സുബിനേട്ടനും കൂടിയിട്ട് അവര് ഫുഡ് എന്തൊക്കെയാണെന്ന് നോക്കാൻ വേണ്ടി പോയേക്കാണ്. പിള്ളേർ ഞാൻ അമ്മയോട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർ പോയി നോക്കിയിട്ട് വന്നിട്ട് നമുക്ക് എന്താ ഫുഡെന്ന് നോക്കിയിട്ട് കഴിക്കാം. ഇപ്പം ഞങ്ങളുള്ളത് മോളിൻ്റെ 3rd ഫ്ലോറിലാണ് ഞങ്ങൾക്ക് ഉള്ളത്. ഇവിടെ നിന്നുള്ളൊരു ഒന്നും ഇല്ലാണ്ടിരിക്കും മോളെ. അപ്പോൾ നമുക്ക് ഇവിടെ ചുറ്റും ഓരോ റെസ്റ്റോറൻറ്റ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഫുഡ് കോർട്ടും കാര്യങ്ങളൊക്കെയാണ്. മറ്റേ എന്താണ് മലേഷ്യൻ ഫുഡുണ്ട് അപ്പുറത്ത്. പിന്നെ എന്താണ് നൂഡിൽസ്. പിന്നെ അതുപോലെ തന്നെ ഡൊമിനോസ് പിസ്സയൊക്കെ അപ്പുറത്തൊക്കെ പറഞ്ഞു. ഡൊമിനോസ് പിസ്സ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് കേട്ടു. പക്ഷേ അതൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. ഞങ്ങൾ വേഗം ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് തപ്പി വന്നിട്ട് ഇതാണെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ഇവിടെ വന്ന് എന്താ മോനെ തട്ടിയോ? എന്നാലും വായിട്ട് വാ. നമ്മുടെ ഇവിടുത്തെ മീൽസാണ് കേട്ടോ ഇവിടെ കഴിക്കണത്. ഇവിടെ ചിക്കൻ ഫ്രൈ ഉണ്ട്, പപ്പടം ഉണ്ട്, റൈസ്, പിന്നെ ഒരു എഗ് കറി ഉണ്ട്, പിന്നെ സാലഡ് ഉണ്ട് കേട്ടോ. ഞങ്ങളെല്ലാവരും അറിഞ്ഞാട്ടോ കഴിക്കണത്. മുറുക്ക് ഞാൻ മാറി കൊടുക്കുന്നുണ്ട്. അമ്മയും കൂടെ ഒരു പ്ലേറ്റിൽ നിന്ന് കഴിക്കുന്നുണ്ട്. ഏട്ട അവിടെ നിന്ന് കഴിക്കുന്നുണ്ട്. ഏട്ടോട് സെറ്റായിട്ടോ. ഏട്ടന് ചൈനയ്ക്ക് പോകുന്നതാക്കി തോന്നുന്നത്. അവരുടെ ഫോണൊക്കെ വാങ്ങി കൈ പിടിച്ചിട്ട് നമ്മുടെ യൂട്യൂബ് കാണിച്ചു തോന്നുന്നുണ്ട്. യൂട്യൂബ് ഇല്ല തോന്നുന്നുണ്ട്. എന്റെ മക്കളെ പൊന്നൂസിന് ചൈനയിലടക്കം സബ്സ്ക്രൈബ് ആൾക്കാർ ഓക്കെ. അവർ ഫോട്ടോ എടുക്കാൻ പറഞ്ഞിട്ട് അവരെ ഫോണ് തന്നെ കേട്ടോ. ഓക്കെ ഓക്കെ. ഇതിന്റെ ഭാര്യയാണ്, എനിക്കുണ്ടായ കുട്ടിയാണ്. മനസ്സിലായില്ലേ? ഓക്കെ ഓക്കെ. താങ്ക് യു. ഇതിന്റെ അമ്മ, അതിന്റെ മറ്റേ സുബിനേട്ടൻ, ഏട്ടന്റെ ഭാര്യ, കുട്ടികള്. മദർ. ഗുരുവായൂർ ക്ഷേത്രം പ്രോപ്പർട്ടി മൈ ഒരു ചൈന കുട്ടിയെ കണ്ടിട്ട് ചോദിക്കുക അവര്. അപ്പൊ ഞാൻ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഇങ്ങനെ ഓരോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ. അവർക്ക് ഇപ്പം ഫോട്ടോ എടുത്തപ്പോൾ ഭയങ്കര സന്തോഷമായി. ഇവര് ചൈനയിലുള്ളതാണ്. ഇപ്പൊ ഞാൻ
അത് ഗൂഗിൾ ട്രാൻസ്ലേഷൻ ഒക്കെ എടുത്തിട്ട് കുറേ സംസാരിച്ചു. ഇവർ കുട്ടി അടിപൊളിയാണ്, പൊന്നൂസിനെ അത് കാണാൻ രസമുണ്ട്, അങ്ങനെ ഇങ്ങനെയൊക്കെ ഇവർ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഫുൾ ഫോട്ടോസ് എടുക്കുന്ന സെക്ഷനാന്ന് തോന്നുന്നുട്ടാ. ഇവിടെ കുറേ ഉണ്ട്. ഞാൻ അവിടെ ഒന്ന് ഫോട്ടോ എടുത്തു കേട്ടോ. ഞാൻ പിള്ളേർ ഫോട്ടോ എടുത്ത് കൊടുക്കണേ. കിടൂര് ഇതിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഡ്രസ് പിടിച്ച് വലിക്കല്ലേ ഏട്ടാ? നമ്മളിവിടെ ഇൻഡോർ പാർക്കിലേക്ക് വന്നേക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. നമുക്ക് ഏതെങ്കിലും കയറണം, അതൊക്കെ നോക്കാട്ടോ. എന്തത്? അത് എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. നമുക്കിവിടെ ഏതെങ്കിലും കയറുന്ന പ്ലാനിങ്ങിലാണ് കേസ്. നമുക്ക് കയറാം. ഞാൻ കാർഡ് എടുക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. കാരണമല്ലേ രണ്ടെണ്ണത്തില്ലെങ്കിൽ അവരെ കയറ്റിയിട്ടില്ലെങ്കിൽ അവർ ഇവിടെ നിന്ന് പോകാൻ സമ്മതിക്കില്ല. അപ്പോൾ അവിടെ കാർഡ് എടുക്കാൻ പോയിട്ടുണ്ട്. കാർഡ് കയറ്റാം. അവിടെ നിൽക്കണ്ടേ പിള്ളേരെ കയറ്റിയിട്ടുണ്ട് കേട്ടോ. റേസ് റെഡി അല്ലേ? ആ ഓക്കെ ഓക്കെ. ഓടിക്കണം. അവൾക്കവിടെ കൈ എത്ര പോലും ഇല്ല. ഈ ബ്രെഡ് വിലക്കണേ. സ്പീഡ് കൂട്ടാണോ? അച്ഛനാണ് ഓടിക്കുന്നത്. അടുത്തേല് കയറിയിട്ടുണ്ട് രണ്ടാൾക്കാർ. ഇരിക്കാനുണ്ട്. അപ്പൊ എന്നൊക്കെ എടുക്കും ആറ് ഓടിക്കാൻ കേട്ടോ. നമ്മള് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ കൂടെ നടന്ന് മോളൊക്കെ കണ്ട് ഞങ്ങൾ എവിടെയാണോ ഇറക്കിയത് അവിടേക്ക് തിരിച്ച് പോവാണ് കേട്ടോ. അവിടേക്ക് ഞങ്ങൾ തിരിച്ച് പോവാണ് കേട്ടോ. കാരണം ഞങ്ങളുടെ 5:30 ആകുമ്പോൾ അവിടെ വന്ന് നിൽക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഗൈസ് നമ്മൾ മറ്റേ ഹോട്ടലിൽ നിന്ന് വെക്കേറ്റ് ചെയ്ത് നമ്മൾ വേറെ ഹോട്ടലിലാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിള്ളേർക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ബേക്കറി ഐറ്റംസൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ താഴേക്ക് വന്നേക്കുവാണ് കേട്ടോ. പിള്ളേർക്ക് എന്തെങ്കിലുമൊക്കെ മേടിക്കാം. കമോൺ. ഇവിടെ ഉണ്ട് ഫെറോറോസല്ലേ? ഇവിടെ നടന്ന് മേടിക്കും. നമുക്ക് നോക്കായിട്ട് എന്താ മേടിക്കണം. കുട്ടികൾക്ക് മാത്രമുള്ള മിഠായി
നമ്മുടെ ഇപ്പൊ ഉള്ള റൂമിന്റെ പുറത്തേക്കുള്ള വ്യൂ ആണ് കേട്ടോ കാണുന്നത്. എന്ത് ഭംഗിയാ നോക്കിയ, നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. കണ്ടോ ഇവ അടിപൊളി. ഇത്ര നേരമായിട്ട് ഈ വ്യൂ നോക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, പക്ഷെ ഇപ്പോഴാണ് കാണുന്നത്. ഇവ സൂപ്പർ, നല്ല ഭംഗിയുണ്ട് കാണാൻ. നമ്മുടെ റൂമുള്ളത് 11ാമത്തെ നിലയിലാണ് കേട്ടോ. ഇവിടെ നിന്നുള്ള വ്യൂ കാണാൻ നല്ല രസമുണ്ട്. ഞാനൊന്ന് അമ്മേനെ വിളിച്ച് പറയട്ടെ നോക്ക്. കണ്ടോ, എനിക്കിങ്ങനെ നോക്കിയിരിക്കണം. ഇപ്പോഴാണത് ശ്രദ്ധിക്കണേ. വന്നിട്ട് അപ്പം ജസ്റ്റ് കണ്ടോന്നല്ലാതെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നോക്കിയില്ല. ഇപ്പം ഏട്ടനോട് പറഞ്ഞപ്പോൾ കെടുക്കാൻ നിൽക്കുന്ന ടൈമിൽ നോക്കണേ. ഐ ലൈക്ക് ഇറ്റ്, നല്ല രസമുണ്ട് കാണാൻ. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്നലെ ഇവിടുത്തെ ഒരു റൂമിലത്തെ വ്യൂവിലാണ് കേട്ടോ നമ്മൾ നമ്മുടെ വ്ളോഗ് ഇന്നലെ അവസാനിപ്പിച്ചത്. അപ്പം നമ്മൾ മലേഷ്യനോട് വിട പറയുകയാണ്. നമ്മൾ ഇന്ന് ഇവിടെ നിന്ന് ഇറങ്ങും. എത്ര പെട്ടെന്ന് ദിവസം പോയാലേ, 4 ദിവസം പോയത് അറിഞ്ഞതേ ഇല്ല. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ നിന്ന് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റ് റെഡി ആവലൊക്കെ കഴിഞ്ഞ് നമ്മൾ റൂം വെക്കേറ്റ് ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പോൾ ഏട്ടൻ കുളിക്കാൻ കയറിയിട്ടുണ്ട്. ഏട്ടൻ ഇത്രയും നേരം ഇല്ലാണ്ട് ഏട്ടൻ ഇപ്പോഴാണ് ഏട്ടൻ കുളിക്കാൻ കയറുന്നത് കേട്ടോ. അപ്പോൾ ഏട്ടൻ കുളിക്കാൻ കയറിയിട്ടുള്ളൂ. ഇപ്പോൾ ഞങ്ങളുടെ ഡ്രസ്സിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ നിൽക്കുകയാണ് കേട്ടോ. ഇപ്പോൾ രാവിലെ ഞാൻ രാവിലെ എണീറ്റ് ആദ്യം തന്നെ ബ്രഷ് ചെയ്യണതിനൊക്കെ മുമ്പ് ഞാൻ വന്ന ഈ കട്ടനൊക്കെ മാറ്റി വ്യൂ ആട്ടെ നോക്കിയത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ബാഗൊക്കെ പാക്ക് ചെയ്തതിന് ശേഷമാണ് പിന്നെ ഞാൻ പല്ലേക്കാനൊക്കെ പോയത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ വ്യൂ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഗൈസ്. നമ്മുടെ ഇപ്പോൾ ഉള്ള റൂമിൻ്റെ പുറത്തേക്കുള്ള വ്യൂ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ മോർണിംഗ് വ്യൂ കേട്ടോ. നൈറ്റിൽ ഇന്നലെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ രാവിലത്തെ ഒരു വ്യൂ. കണ്ടോ എന്ത് ഭംഗിയാ നോക്കിയേ. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് നോക്കാൻ കണ്ടോ, നല്ല രസമുണ്ട് കാണാൻ. കുറേ ബിൽഡിങ്ങുകൾ, എവിടെ നോക്കിയാലും വലിയ വലിയ ബിൽഡിങ്ങുകൾ. ദാ കാണു ടിൻ ടവർ, ദാ കണ്ടോ കണ്ടോ, ദാ കാണുന്നതാ ടിൻ ടവർ. ദാ ദേ എവിടെ ദേ കാണുന്നു KL ടവർ. കണ്ടോ, അത് KL ടവർ, ഇത് ടിൻ ടവർ. ഇവിടെ നിന്ന് നോക്കിയാൽ അതൊക്കെ കാണാം ഗൈസ് കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. ദേ ഞങ്ങളുടെ സുട്ടുമണികൾ കിടു നോക്കിക്കേ. ഡാ കിടു മോളെ നോക്കിക്കേ, മോളെ നോക്കടി, നോക്കണ്. അമ്മ അവിടെ ഇരിക്കുന്നുണ്ട്. ഏട്ടപ്പനെ കുളിക്കാൻ കറിയിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മലേഷ്യനോട് ബൈ ബൈ പറയാം ഗൈസ്. ബൈ ബൈ മലേഷ്യ, ബൈ. അയ്യോ, നമ്മൾ എയർപോർട്ടിലേക്ക് പോണതിന് മുൻപ് തന്നെ നമ്മുടെ അവിടെ മാളിലാണ് കേട്ടോ വന്നേക്കണം. മാളിൽ വന്ന് ഇനി ഇവിടെ നിന്ന് സാധനങ്ങളൊക്കെ മേടിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ മേടിക്കാനുണ്ടെങ്കിൽ മേടിച്ചിട്ട് വേണം നമുക്ക് എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എയർപോർട്ടിൽ പോകണമെങ്കിൽ സാധനമൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഓരോന്ന് നോക്കാം. ഇവിടെ അമ്മയും പിന്നെ സുഖരാജനും കുട്ടികളും പിന്നെ പ്രത്യേകിച്ചൊക്കെ ഉണ്ട് കേട്ടോ. റൂമുകളൊക്കെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഞാൻ ഇവിടെ ഉണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഓരോന്ന് നോക്കാട്ടോ, നമുക്ക് എന്തൊക്കെ ഉണ്ടെന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാം. ചേച്ചിക്കും വിഷ്ണുവിനുള്ള വാച്ച് മേടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിവിടെ നിന്ന് നമ്മൾ ഷോപ്പിൽ ആയിട്ട് മേടിച്ചിട്ടുണ്ട്. അളിയനും അതുപോലെ തന്നെ പെങ്ങൾക്കും ഒരു വാച്ച് വാങ്ങി. അവിടുത്തെ റേറ്റ് എനിക്കറിയില്ല, ഇവിടെ റേറ്റ് ഇതിന് 890. മിഠായികളൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ കൊണ്ടുപോകാനായിട്ട് മിഠായികളൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇത് ഞാൻ അങ്ങടെ ഈ 4 ഞാൻ അങ്ങനെ വീട്ടിലേക്ക് വേണ്ടി വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് പിന്നെ എല്ലാവർക്കും കൂടി വാങ്ങിയതാണ്. നമ്മുടെ മിഠായികളൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗൈസ്, നമ്മുടെ മലേഷ്യത്തെ ലാസ്റ്റ് ഫുഡാണ് കേട്ടോ. അതാ ഏട്ടാ മൈൻഡ് തന്നെയല്ലേ, ഇവിടുന്ന് ഉറക്കം വന്നിരിക്കട്ടോ. കുടു ഇതായിരിക്കും മോള്. വേഗം കഴിച്ചു തീർക്കാം കാരണം നമുക്ക് വണ്ടി വരാൻ ടൈമായി. വേഗം കഴിക്കും ഗൈസ്. അപ്പോൾ നമ്മൾ ഇവിടെ എയർപോർട്ടിലെത്തിയിട്ടോ. നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മളിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. കാരണം അവിടെ നമ്മുടെ കൂടെയുള്ള രണ്ട് പേരുടെ ടിക്കറ്റ് 5 പേരുടെ 5 പേര്, അതിൽ 2 ആൾ വന്നല്ലോ, അല്ല 3 ആൾ വന്നല്ലോ. നേരത്തെ ഏട്ടൻ വീഡിയോ എടുക്കുമ്പോൾ ഞാനത് 2 അല്ല 5 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അവരുടെ സ്കാൻ ആവുന്നില്ല കേട്ടോ ടിക്കറ്റ്. അപ്പോൾ അവരത് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോയേക്കുവാണ്. അപ്പോൾ നമ്മൾ ഇനി മലേഷ്യയോട് വിട പറയുകയാണ് ഗൈസ്. മലേഷ്യ എയർപോർട്ടിലോട്ട് നമ്മൾ നിൽക്കട്ടെ. നമ്മളിനി മലേഷ്യയോട് വിട പറയുകയാണ്.
ഇനി ഏതെങ്കിലും ഒരു കാലത്ത് നമുക്ക് വരും നമുക്ക് വിചാരിക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും അവരോട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉള്ളിലേക്ക് കയറാം കേട്ടോ. നമുക്ക് എന്തായാലും ബായ്. നമുക്കിനി വെയിറ്റ് ചെയ്യാം. ഞങ്ങൾ 10 മണിക്ക് 10 മണിക്കാണ് നമ്മുടെ ഫ്ലൈറ്റ് ഉള്ളത്. ഇപ്പോൾ സമയം 6:30 കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യണം, കുറേ നേരം വെയിറ്റ് ചെയ്യണം. എന്നൊക്കെ എല്ലാം പെട്ടെന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഗൈസ് നമ്മുടെ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് നമ്മുടെ ബാഗ് ചെക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ കൂടുതൽ വെയിറ്റ് ചെയ്തോടെ നിൽക്കാനായിട്ട് അവിടെ തന്നെ വ്യൂ ആണ് കാണുന്നത്. എന്തോരം പ്ലെയിനാണ്. എന്താല്ലേ ഞാൻ എൻ്റെ അച്ഛൻ ഗൾഫിലായിട്ട് പോലും ഞാൻ ഒരിക്കൽ പോലും ഞാൻ പ്ലെയിനിൽ കയറുന്നുള്ള ഒരു ഇത് എനിക്ക് ഉണ്ടായിരുന്നില്ല. കാരണം എപ്പോഴും അമ്മ അല്ല ഞാൻ തിരിച്ചാ എപ്പോഴല്ലേ അച്ഛൻ പോകേണ്ട കാര്യം അപ്പം അമ്മ ഇതിന് ഇടങ്കൂലിടും. അമ്മ പറയും വേണ്ട വേണ്ട പോണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മ അങ്ങനെ പറയും. പക്ഷെ അതേട്ടാ വേണ്ടി വന്നു. അങ്ങനെ ഞങ്ങൾക്കൊരു പാസ്പോർട്ട് പോലും ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല, ഞാനും അമ്മയും. പക്ഷെ ഇപ്പോഴാണ് പാസ്പോർട്ടൊക്കെ എടുക്കണം. ഞാൻ അതിനേട്ട വേണ്ടി വന്നു. സത്യങ്ങൾ നമ്മൾ എതിർക്കാൻ പാടില്ലല്ലോ, എവിടെയും എതിർക്കണില്ല. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മളിത് ആ ഫ്ലൈറ്റിൽ കയറാൻ പോവാണ് കേട്ടോ. ഇപ്പൊ സമയം ഇവിടുത്തെ സമയം എത്ര മണി കഴിച്ചു? ഇവിടുത്തെ സമയം 10:30 10:04. അപ്പൊ നമ്മളെന്തായാലും ഫ്ലൈറ്റിൽ കയറാൻ പോവാണ് കേട്ടോ. ഇപ്പൊ നമുക്ക് എന്തായാലും കേറിയല്ലോ. ഇന്ന് നേരെ കൊച്ചി പോയിട്ട് കിടന്നുറങ്ങാം. ഇനി നേരെ കൊച്ചിയിൽ ഇറങ്ങാം. അവിടുത്തെ ചായ നമ്മളിപ്പോഴാണ് പോരാറാവുമ്പോഴാണ് എല്ലാരും കൂടി സംസാരിച്ച് എയർപോർട്ടിൽ ഇരുന്നാണ് സംസാരിച്ചിട്ട് ആളാക്കുന്നത് ഞങ്ങൾ. ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും നേരെ ഓക്കെ ഗൈസ് ഞങ്ങളങ്ങനെ കയറിയിരുന്നു കേട്ടോ. പിള്ളേര് രണ്ടാളും ഇവിടെ ഉണ്ട്. അമ്മ ഇവിടെ ഉണ്ട് കേട്ടോ. ഏട്ടനാ അവിടെ ഉണ്ട്. ആക്ച്വലി ഏട്ടൻ കുട്ടികളെ മടിയിലെടുത്തപ്പോ എടുത്തിട്ടല്ലേ എല്ലാരും ഫ്രണ്ടിൽ കൂടെ ഉണ്ട്. അവരൊക്കെ ഫ്രണ്ട് ഉണ്ട്. ഏട്ടാ ഏട്ട സെൽഫി എടുക്കാൻ തോന്നുന്നു. ഈ ഒരു ബാക്കിൽ ഫുള്ള് ഞങ്ങൾ തന്നെയാണ് ഉള്ളത്. ഈ സ്പൂണോട് കഴിക്കും. ഫോർക്ക് കൊണ്ട് കഴിക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മള് പെട്ടിയെടുക്കണം. അല്ല അവരെന്താ വാങ്ങാൻ നമ്മളങ്ങനെ കൊച്ചി എയർപോർട്ടിൽ എത്തിയിട്ടോ. നമ്മളെല്ലാരും അങ്ങനെ ഇവിടുന്ന് പിരിയാണ്. പെട്ടി എടുത്ത് ഞങ്ങൾ നിൽക്കാണ്ട് ബാക്കി അവര് മിഠായി എന്താ വാങ്ങാൻ നിന്ന് തോന്നണം അതിന്റെ ഉള്ളില്. അങ്ങനെ ഇവിടെ നിന്ന് നമ്മളെല്ലാരും പിരിയാണ് കേട്ടോ. മോളെ സന്ധ്യൊക്കെ ഉറങ്ങിക്കാൻ എന്തെങ്കിലും ഉറങ്ങി പാപ്പരായിട്ടുണ്ട്. അപ്പോൾ പ്രജിതേച്ചും സുബിനേട്ടും ലഗേജ് എടുത്തിട്ടില്ല. അപ്പോൾ
അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇപ്പോൾ നമ്മൾ എയർപോർട്ടിൽ നിന്ന് അങ്ങനെ വീഡിയോ ഓഫ് ചെയ്തതാണ്, പിന്നെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ 4 ദിവസത്തെ മലേഷ്യ ട്രിപ്പ്. ഇത് ഞാൻ 2 ദിവസത്തെ ലാസ്റ്റ് 2 ഡേയ്സ് ഞാൻ ഒരുമിച്ചാക്കിയതാണ് കേട്ടോ വ്ളോഗ്. അപ്പം എന്തായാലും ഇനി അടുത്തൊരു സമ്മർ വെക്കേഷൻ വരണം, ഇനി നമ്മളിങ്ങനെ ഒരു ട്രിപ്പ് പോവുകയാണെങ്കിൽ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.